പ്രഥമ പൂജനീയനും സർവമംഗളകാരിയും വിഘ്നങ്ങളെ ഹനിക്കുന്നവനുമായ ദേവനാണ് ഗണപതി. ഏതൊരു കർമ്മവും ശുഭമായി പര്യവസാനിക്കുന്നതിന് വിഘ്നേശ്വരനെ ആരാധിച്ചുകൊണ്ട് കർമ്മങ്ങൾക്ക് തുടക്കമിടുക എന്നത് ഹൈന്ദവരുടെ കാലങ്ങളായുള്ള ഒരു ശീലവും. ക്ഷേത്രങ്ങളിലെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ നമ്മൾ വണങ്ങുന്ന രീതിക്കും ഒരു പ്രത്യേകതയുണ്ടല്ലോ. മറ്റു ദേവീദേവന്മാരിൽ നിന്നും വിഭിന്നമായി വിഘ്നേശ്വരന് മുൻപിൽ ഏത്തമിട്ടുകൊണ്ട് വന്ദിക്കുകയാണ് ഭക്തർ ചെയ്യുന്നത്. ഗണേശനെ പ്രീതിപ്പെടുത്തുവാനും സന്തോഷിപ്പിക്കുവാനുമുള്ള ഏറ്റവും ഉത്തമമായൊരു മാർഗമായാണ് ഈ വണങ്ങലിനെ കരുതുന്നത്. അതിനു പിന്നിൽ പുരാണ സംബന്ധിയായ ഒരു സംഭവവും ഉണ്ടത്രേ. ഒരിക്കൽ പരമശിവൻ സകുടുംബം മഹാവിഷ്ണുവിനെ സന്ദർശിക്കുവാനായി വൈകുണ്ഠത്തിൽ വരികയുണ്ടായി. കുഞ്ഞു ഗണേശന്റെ വികൃതികൾക്ക് കണക്കില്ലായിരുന്നു. വൈകുണ്ഠത്തിലൊക്കെ ചുറ്റി നടന്ന് അവസാനം മഹാവിഷ്ണുവിന്റെ കണ്ണുവെട്ടിച്ച് സുദർശന ചക്രം തന്നെ കയ്യിലാക്കി ആ വിരുദ്ധൻ. പൊതുവെ ആഹാരപ്രിയനായിരുന്ന ഗണേശന് എന്തു കണ്ടാലും എടുത്തു വിഴുങ്ങുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു. ഒട്ടും മടിക്കാതെ സുദർശന ചക്രവും ആ കുട്ടിക്കുറുമ്പൻ എടുത്തു വിഴുങ്ങി. പക്ഷേ ഇറക്കാൻ സാധിച്ചില്ല. അവസാനം വായിൽ തന്നെ വെച്ച് മിണ്ടാതെ അങ്ങനെയിരുന്നു. ഇതിനിടയിൽ തന്റെ സുദർശന ചക്രം കാണുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ മഹാവിഷ്ണു അത് അന്വേഷിക്കുവാനും തുടങ്ങി. ഒന്നും മിണ്ടാതെ വായും പൂട്ടി നിൽക്കുന്ന വിനായകനെ കണ്ടപ്പോൾ മഹാവിഷ്ണുവിന് കാര്യം മനസ്സിലായി. ഗണേശനെ പ്രകോപിപ്പിക്കാനും സാധ്യമല്ല. ആയതിനാൽ തന്ത്രപരമായി സുദർശന ചക്രം പുറത്തെത്തിക്കുവാൻ മഹാവിഷ്ണു വിനായകന് മുൻപിൽ ഏത്തമിടുവാൻ ആരംഭിച്ചു. അത് കണ്ടപ്പോൾ ഗണേശന് ചിരി വരികയും ഉറക്കെ ചിരിച്ചപ്പോൾ വായിൽ നിന്നും സുദർശനം പുറത്തേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെയാണ് ഗണേശപ്രീതിക്ക് അദ്ദേഹത്തിനു മുൻപിൽ ഏത്തമിടൽ ഒരു സമ്പ്രദായമായി മാറുന്നത്. സർവ്വവിഘ്നങ്ങളും മാറുവാൻ ഒരു പ്രത്യേക രീതിയിൽ നിന്ന്, അതായത് ഇടതുകാൽ നിലത്തുറപ്പിച്ച് വലതുകാൽ ഇടതുകാലിന്റെ മുകളിലൂടെ കൊണ്ടുവന്ന് ഇടതുവശത്ത് വലതുകാലിന്റെ പെരുവിരൽ മാത്രം തൊട്ട്, ഒപ്പം വലതുകൈ ഇടതു ചെവിയിലും ഇടതുകൈ വലതു ചെവിയിലും പിടിച്ച് വളഞ്ഞു നിന്നാണ് ഏത്തമിടേണ്ടത്. ആ നിൽപ്പിൽ വിനായകനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും ആവാം.